ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ശാരദാമ്മയുടെ പിണക്കം മാറ്റാൻ എത്തിയിരിക്കുകയാണ് സത്യമോള്. അരികിൽ ശാലിനിയുണ്ട്. പപ്പിയുടെ വീട്ടിൽ എല്ലാവരും ഉണ്ട്. അച്ഛനും അമ്മയും അച്ഛമ്മയും അച്ഛനും വല്യച്ഛനും പിന്നെ ആൻറ്റിയും അങ്കിളും എല്ലാവരും ഉണ്ട്. എനിക്കവിടെ പോയാൽ സന്തോഷമായിരിക്കും. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഒരു കാര്യം അവിടെ ഇല്ല ശാരദാമ്മേ. ഈ ശാരദാമ്മ അതെനിക്ക് പഴകി തുരുമ്പെടുത്തതല്ല, എൻ്റെ പൊന്നാണ് എന്നൊക്കെ സത്യമോള് പറഞ്ഞപ്പോൾ തന്നെ ശാരദാമ്മയ്ക്ക് സന്തോഷമായി. വളരെ സ്നേഹത്തോടെ സത്യമോളെ ചേർത്ത് പിടിച്ച ഒരു ഉമ്മയൊക്കെ കൊടുക്കുകയാണ് ശാരദാമ്മ. ഇത് കണ്ട് ഒരു പുഞ്ചിരിയോടെ ശാലിനിയും നിൽക്കുന്നു. ശാലിനി പറയുന്നു, അതെ, ഇവിടെ ഇന്ന് ആർക്കും ഭക്ഷണമൊന്നും വേണ്ടാന്ന് തോന്നല്ലോ, ഞാൻ അതൊക്കെ എടുത്ത് വെക്കുകയാണേ. അങ്ങനെ ശാലിനി പോകാൻ തുടങ്ങിയപ്പോൾ ശാരദാമ്മ പറയുന്നു, നിക്കടി എവിടെ, ആരാ പറഞ്ഞിട്ട് ഭക്ഷണം വേണ്ടെന്ന്? ഞാനും എൻ്റെ സത്യമോളും എന്തായാലും കഴിക്കും. അല്ലേടാ ചക്കരെ, എനിക്കിട്ട് സത്യമോള് പറയുന്നു, പിന്നെ അല്ലാണ്ട് ബാ കഴിക്കാമെന്ന് പറഞ്ഞ് ശാരദാമ്മ സത്യമോളെ കൂട്ടി പോകുന്നു. ശാലിനിയും പോകുന്നുണ്ട്. അങ്ങനെ 3 പേരും കഴിക്കാൻ വന്നു. അതെ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങൾ രണ്ടാൾക്കും ഇടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലേ നിങ്ങൾ 2 പേരും കൂടി ഇറങ്ങി തീർത്തോണം. എന്നോട് അതിൻ്റെ പേരിൽ ആരും പിണങ്ങിയിരിക്കാനൊന്നും പാടില്ല. ഇത് കേട്ട് ശാരദാമ്മ പറയുന്നു, അതിന് നിന്നെ ആരാ ഇവിടെ സന്ധ്യസംഭാഷണത്തിന് ക്ഷണിച്ചത്? ഞാനും എൻ്റെ മോളും തമ്മിലെ ഒരു പ്രശ്നമില്ല, ഇനിയോട്ട് ഉണ്ടാവാനും പോകുന്നില്ല, അല്ലേടാ മുത്തേ? അതെ, ഞങ്ങൾക്കിടയിൽ അമ്മ പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ മതിയെന്ന് സത്യമോള്. ആഹാ, ഇപ്പൊ ഞാനായോ കുറ്റക്കാരി എന്ന് ശാലിനി പറഞ്ഞപ്പോൾ സത്യമോള് പറയുന്നു, എപ്പോഴും ശാരദാമ്മയല്ലേ എനിക്ക് വാരി തരുന്നത്, ഇനി ഞാൻ ദേ കഴിച്ചു എന്ന് പറഞ്ഞ് സത്യമോള് തന്നെ ശാരദാമ്മയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നു. അതെ, ഞാൻ പിണങ്ങി എന്ന് ശാലിനി. അമ്മ പിണങ്ങിക്കോ, എനിക്ക് അമ്മമ്മ മതിയെന്ന് സത്യമോള് വീണ്ടും പറഞ്ഞിട്ട് വീണ്ടും ശാരദാമ്മയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുകയാണ്. അത് കഴിക്കുമ്പോഴും വലിയൊരു സങ്കടമുണ്ട് ശാരദാമ്മയ്ക്ക്. എന്തിനാ കരയുന്നത്, കണ്ണ് തുടച്ചു എന്ന് സത്യമോള് പറയുന്നു. പെട്ടെന്ന് തല കുലുക്കിക്കൊണ്ട് ശാരദാമ്മ കണ്ണ് തുടച്ചു. ദേ, ഇവിടെ കരച്ചിലൊന്നും പാടില്ല കേട്ടോ, ദാ ഇതും കൂടി കഴിച്ചേ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും സത്യമോള് ശാരദാമ്മയ്ക്ക് വാരി കൊടുത്തു. ഇത് മുഴുവനും കഴിച്ചിട്ടേ ഇവിടെ എണീറ്റാൽ മതി, നല്ല കുട്ടിയായിട്ട് മുഴുവനും കഴിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് പിന്നെയും സത്യമോള് ശാരദാമ്മയ്ക്ക് വാരി കൊടുത്തു. പിന്നീട് കാണിക്കുന്നത് സുസ്മിത ചന്ദ്രബോസിനെ ഫോൺ ചെയ്യുന്നു. ചന്ദ്രബോസ് പറയുന്നു, എനിക്കറിയാമായിരുന്നോ നീ എന്നെ വിളിക്കുമെന്ന്. പെട്ടെന്ന് സുസ്മിത ചോദിക്കുന്നു, ചിറ്റപ്പനെ അറിഞ്ഞായിരുന്നോ? പിന്നല്ലാതെ, എടി ചേച്ചിയും കൂടി ഇവിടെ ഇല്ലാത്തപ്പോൾ നിന്റെ ലോക്കൽ ഗാർഡിയൻ ഞാനല്ലേ? നീ കാണിക്കുന്ന സാഹസത്തിന് മറുപടി പറയേണ്ടത് ഞാനല്ലേ? എടി, നീ ഒരു മേയറാണെന്നുള്ള കാര്യം മറക്കരുത്. മൊട്ടേന്ന് വിരിയാത്ത കൊച്ചിൻ്റെ അടുത്ത് അവിടെ ഒരു കിഡ്നാപ്പിംഗ് നാടകം, എന്നിട്ട് അത് വൃത്തിയായിട്ട് നടന്നോ? അതും ഇല്ല. ആ പോലീസിനടുത്ത് സത്യം തുറന്നു പറഞ്ഞാലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. എടി, പോലീസും പത്രക്കാരും ചാലനുകാരൊക്കെ ആയിട്ട് നിന്നെ പഞ്ഞി കിട്ടേനെ. 18 തികയാത്ത പെങ്കൊച്ചായോണ്ടേ നിനക്ക് കോടതിയിൽ നിന്ന് ഇറങ്ങാൻ സമയം കാണില്ല. പിന്നെ മനുഷ്യാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും ഒക്കെ ആയിട്ട് തലയിൽ തീക്കോരിയിട്ട് തരും നിന്റെ. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിനക്ക് ഈ കോടതി എന്ന് പറഞ്ഞ ഒരു പുത്തരിയല്ല അല്ലേ? എനിക്ക് തോന്നുന്നത് നിനക്ക് ഈ ജയിലിലെ ചപ്പാത്തിയും ചിക്കനൊക്കെ അങ്ങ് ശീലമായി പോയെന്നാ. ഇനിയും അവിടെ പോയി പൊറുതി തുടങ്ങാനാ തീരുമാനമെങ്കിൽ ബാക്കിയുള്ളവരെയും ഒഴിവാക്കിയേക്കണം. എനിക്കേട്ട് സുസ്മിത പറയുന്നു, സോറി ചിറ്റപ്പ, ഒരു അബദ്ധം പറ്റിപ്പോയി. സ്വന്തം ചോരയല്ലേ, നിന്നെ അങ്ങനെ കൈവിടാൻ പറ്റില്ലല്ലോ. വേറെ ആരുടെയും പ്രേരണ കൊണ്ടല്ല പണം ലാക്കാക്കി സ്വയം നടത്തിയ കിഡ്നാപ്പിംഗ് ആണെന്ന് പോൾസനങ്ങ് ഏറ്റു. കൂടുതൽ അന്വേഷണത്തിന് നിൽക്കാതെ ഞാൻ ആ ഫയൽ അങ്ങ് ക്ലോസ് ചെയ്യിപ്പിച്ചു. അവൻ്റെ ഫോൺ രേഖയെങ്ങാനും പരിശോധിച്ചിരുന്നെങ്കിലേ പൊന്നുമോളെ നീ കുടുങ്ങിയനെ. ഇത് കേട്ട് സുസ്മിത ഒരു താങ്ക്സ് പറയുകയാണ് ചന്ദ്രബോസിനോട്. ചന്ദ്രബോസ് പറയുന്നു, എടി താങ്ക്സ് ഒക്കെ അവിടെ നിൽക്കട്ടെ, ദേ ഒരു കാര്യം നിന്നോട് ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും പറയാണ്, എന്നോട് ചോദിക്കാതെയോ ആലോചിക്കാതെ നീ ഇങ്ങനെ ഓരോ ഏടാകൂടങ്ങൾ ചെയ്തു വെച്ചാ എടി അതിൻ്റെയൊക്കെ പിന്നാലെ നടന്ന് കാര്യങ്ങൾ കണ്ടുപിടിച്ച് പരിഹരിക്കാൻ ഈ ചന്ദ്രബോസിനെ കിട്ടില്ല, പറഞ്ഞേക്കാം. ഇത് അവസാനത്തെ തവണയാ. ഇത് കേട്ട് സുസ്മിത പറയുന്നുണ്ട്, സോറി, ഇനി ഉണ്ടാവില്ല. ശാലിനി കളക്ടറായിട്ട് തിരിച്ചു വന്നോണ്ട് ഇനി നമ്മുടെ ഭാഗത്തുനിന്ന് നീക്കൊന്നും വേണ്ടെന്നാണോ ചിറ്റപ്പം പറയുന്നത്? കുറച്ച് നാളത്തേക്ക് സൈലന്റ് ആയിട്ടിരിക്കാമെന്ന് ഇത് കേട്ട് ചന്ദ്രബോസ് പറയുന്നു. എന്നാരടി പറഞ്ഞത്? യുദ്ധം തുടങ്ങിയാൽ പിന്നെ ശത്രുവിന്റെ വീഴ്ച വരെ വിശ്രമം പാടില്ല, അത് ബുദ്ധിയല്ല. നമ്മളുടെ തടി എപ്പോഴാ ഉരുളുകയെന്ന് പറയാൻ പറ്റില്ല. എന്നാലും അവളുടെ കയ്യിലല്ലേ ചിറ്റപ്പ ഇപ്പോൾ പോലീസും അധികാരവും ഒക്കെ. അതാ ഞാൻ അല്പം വളഞ്ഞ വഴി ആലോചിച്ചത്. ചന്ദ്രബോസ് പറയുന്നു, എടി അവിടെയാ നിന്റെ ബുദ്ധിശൂന്യത. എടി, അവള് കളക്ടറാണെങ്കിലേ നീ മേയറാ. രാജശേഖരന്റെയും സരളയുടെയും മോളായിട്ടല്ല, മേയർ സുസ്മിതയായിട്ടാണ്. എന്താ, എനിക്ക് മനസ്സിലായില്ല എന്ന് സുസ്മിത പറഞ്ഞപ്പോൾ ചന്ദ്രബോസ് പറയുന്നു, എളി പണി കൊടുക്കുമ്പോഴേ പിള്ളേർക്കല്ല, പടനായകന്റെ തലമട നോക്കി അടിക്കണം. അതിനുള്ള വജ്രായുധം കയ്യിൽ വെച്ചിട്ടാ നീ ഇത്തിരിയുള്ള പിള്ളേരെ പിടിക്കാൻ നടക്കുന്നത്. പിന്നെയും സുസ്മിത മനസ്സിലാകാത്തത് കൊണ്ട് തന്നെ ചിറ്റപ്പനോട് പറയുന്നു, എന്റെ ചിറ്റപ്പ മനസ്സിലാകുന്ന ഭാഷയിലൊന്ന് പറയേ. അങ്ങനെ ചന്ദ്രബോസ് സുസ്മിതയോട് കാലുകളൊക്കെ പറയുന്നു.
എനിക്കേട്ട് സുസ്മിത പറയുന്നു, താങ്ക്സ് ചിറ്റപ്പ, ഇത്രയും നല്ലൊരു തുറുപ്പ് കയ്യിലുള്ളപ്പോൾ ഞാനത് ഓർത്തില്ല. എടി അതാ പറഞ്ഞത്. എന്നാ മേയർ സുസ്മിത പണി തുടങ്ങിക്കോ എന്ന് ചന്ദ്രബോസ്. നാളെ രാവിലെ മൂടോടെ ഇളകണം സത്യഭാമയുടെ കൊട്ടാരം. എന്നാ നീ വെച്ചോളൂ, ആ സന്തോഷത്തിൽ ഞാൻ രണ്ടടിക്കട്ടെ. ഫോൺ വെച്ചതിന് ശേഷം ചന്ദ്രബോസ് പറയുന്നു, പണി തുടങ്ങി മോനെ വിഷ്ണു. പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ റെസ്റ്റോറന്റിന്റെ ഒരു രൂപരേഖ സത്യഭാമയെ കാണിക്കുകയാണ് രോഹിത്. എന്നിട്ട് അതിലെ ചില കാര്യങ്ങളൊക്കെ പറയുന്നു. അതിനരികിൽ തന്നെ രാഘവനുണ്ട്. ഇതെല്ലാം പരിശോധിച്ച സത്യഭാമ പറയുന്നു, നന്നായിട്ടുണ്ട്, ആർക്കിടെക്ട് നന്നായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു കൺസെപ്റ്റ് പറഞ്ഞു ചെയ്യിച്ചതാ സത്യാമ്മയെന്ന് രോഹിത് പറയുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ രാഘവേട്ട, ഇതൊന്ന് നോക്കിയേ എന്ന് പറഞ്ഞ് രാഘവനെയും അത് കാണിച്ചു കൊടുക്കുകയാണ് സത്യഭാമ. കൊള്ളാം, ഉള്ള സ്ഥലം മുഴുവനും ഏറ്റവും നല്ല ഭംഗിയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് രാഘവൻ പറഞ്ഞപ്പോൾ രോഹിത് പറയുന്നു, ഇപ്പോൾ നമ്മുടെ വരുമാനത്തിന്റെ ഒരു 20% ഇൻവെസ്റ്റ് ചെയ്താൽ ഒരു വർഷം കൊണ്ട് 40% ലാഭമാണ് പ്രതീക്ഷിക്കുന്നത്. കൊള്ളാം, മിടുക്കനെന്ന് രാഘവൻ പറയുന്നു. ഈ സമയത്ത് വിഷ്ണു താഴേക്ക് വരുന്നുണ്ട്. കോർപ്പറേഷനിൽ ഈ പ്ലാനാണ് നമ്മൾ സബ്മിറ്റ് ചെയ്തേക്കുന്നത്. അവരുടെ ഒരു അപ്രൂവൽ മാത്രം മതി, മറ്റ് തയ്യാറെടുപ്പുകളെല്ലാം കഴിഞ്ഞു എന്നും രോഹിത് പറയുന്നു. വിഷ്ണു അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ സത്യഭാമ പറയുന്നു, വിഷ്ണു ഈ പ്ലാൻ നീ കണ്ടായിരുന്നോ എന്ന്. ഇല്ല എന്ന് വിഷ്ണു ഞാൻ സൂചിപ്പിച്ചിരുന്നു സത്യാമ്മേ, ബ്രോ അതിൽ വലിയ താല്പര്യമൊന്നും കാണിച്ചില്ല എന്നെ രോഹിത് പറഞ്ഞപ്പോൾ വിഷ്ണുവിനോട് സത്യഭാമ പറയുന്നു, വിഷ്ണു നീ അതൊന്ന് വാങ്ങിച്ചു നോക്ക്. വിഷ്ണു അങ്ങോട്ടേക്ക് ഒരു താല്പര്യമില്ലാത്ത മട്ടിൽ പോകാൻ തുടങ്ങിയപ്പോൾ സത്യഭാമ, വിഷ്ണു ഇത് നീ നടത്തുന്ന ഹോട്ടലിന്റെ നവീകരണത്തിന്റെ ബ്ലൂ പ്രിന്റാണ് വിഷ്ണു ലോകത്തിന്റെ. ഇതനുസരിച്ചാ ഈ ഹോട്ടലിന്റെ ബിസിനസ് ഇനി നടക്കാൻ പോകുന്നത്. അതിൽ നിനക്കൊരു താല്പര്യമില്ലേ? ഇത് കേട്ട് വിഷ്ണു പറയുന്നു, അതൊക്കെ നോക്കാൻ രോഹിത്തില്ലേ. അത്രയും പറഞ്ഞ് വിഷ്ണു അങ്ങോട്ടേക്ക് പോകുന്നു. എന്നാ ഞാൻ ഇറങ്ങട്ടെ സത്യമേ, സമയത്ത് ഞാൻ ഇറങ്ങിയില്ലെങ്കിൽ സ്റ്റാഫെല്ലാം ഉഴപ്പു എന്ന് പറഞ്ഞ് രോഹിത് പോകുന്നു. മിടുക്കന്, അവൻ വന്നതിന് ശേഷമല്ലേ നമ്മുടെ ഹോട്ടൽ മെച്ചപ്പെട്ടത്. പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങി ഓരോ ഷോറൂം തുടങ്ങാനുള്ള പ്ലാനും അവൻ്റേതായിരുന്നല്ലോ. അതും പച്ച പിടിച്ചു എന്നൊക്കെ രാഘവൻ പറഞ്ഞപ്പോൾ വിഷ്ണുവും കട്ടൻ ചായയുമായി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇതെല്ലാം കേട്ട് സത്യഭാമ പറയുന്നു, ആമ്പിള്ളാരായാൽ അങ്ങനെ വേണം, അല്ലാതെ ഒരു പെണ്ണിനെ ഓർത്ത് കണ്ണുനീര് ഒലിപ്പിച്ച് നിരാശ കാമുകന്റെ വേഷം കെട്ടി നടക്കല്ല വേണ്ടത്. രാഘവൻ ചോദിക്കുന്നു, ഭാമയെ വെറുതെ എന്തിനാ? അല്ല രാഘവേട്ട, ഈ വീട്ടിൽ ആരാ ചത്തത്? അതെനിക്ക് ഇപ്പം മറുപടി കിട്ടണം. ഇതെല്ലാം കേട്ട് വിഷ്ണുവിന് ദേഷ്യം വരുന്നുണ്ട്. വീണ്ടും ദേഷ്യത്തോടെ സത്യഭാമ പറയുന്നു, ചത്തങ്ങി തന്നെ അതിന്റെ ദുഃഖാചാരണത്തിന് ഒരു പരിധിയില്ലേ? 6 വർഷം, നീണ്ട 6 വർഷമായി ഇവരൊന്ന് ചിരിച്ചു കണ്ടിട്ട്. ബിസിനസ്സിനോ പണം പിരിക്കാനോ ഒന്നിലും ഒരു താല്പര്യമില്ല. ഒരു സിനിമ കാണണ്ട, പാട്ട് കേൾക്കണ്ട, അതിന് മാത്രം ഇവിടെ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഇത് കേട്ട് വിഷ്ണു പറയുന്നു, ഇനിയൊന്ന് വെറുതെ വിടമേ. അങ്ങനെ വിടാൻ പറ്റില്ല വിഷ്ണു, സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കണം നീ. അല്ല, ഇനിയിപ്പോൾ ഒരു കൂട്ടില്ലാത്തതാണ് നിന്റെ സങ്കടമെങ്കിൽ അതിനുവേണ്ടിയല്ലേ കല്യാണം ആലോചിച്ചത്. അപ്പോൾ നിനക്കത് വേണ്ട. ഇനിയും ഞാൻ എന്താ ചെയ്യേണ്ടത് നീ തന്നെ പറ. ഇത് കേട്ട് വിഷ്ണു പറയുന്നു, അമ്മ ഇനി ഒന്നും ചെയ്യണ്ട, ചെയ്യാനുള്ളതൊക്കെ ചെയ്തു കഴിഞ്ഞല്ലോ. രാഘവേട്ട, ഞാനെന്തോ മഹാപാതകം ചെയ്തതുപോലെ ഉണ്ടല്ലോ ഇവന്റെ സംസാരം കേട്ടാ എന്ന് സത്യഭാമ പറഞ്ഞപ്പോൾ സത്യഭാമയുടെ മുന്നിലേക്ക് വന്നിട്ട് വിഷ്ണു പറയുന്നു, പാതകം തന്നെയാണമ്മേ, അത് ചെയ്തത് അമ്മയും. അമ്മ ചോദിച്ചില്ലേ ഇവിടെ ആരാ മരിച്ചെന്ന്? ഒരുപാട് പേര് മരിച്ചമ്മേ, ഒരുപാട് പേര്. എൻ്റെ മനസ്സിലെ സ്വപ്നങ്ങള്, ആഗ്രഹങ്ങള്, പ്രതീക്ഷകള്, നല്ലതായിട്ട് എന്തൊക്കെയുണ്ടായിരുന്നോ അതെല്ലാം. ഇരിക്കട്ടെ സത്യഭാമ പറയുന്നു, ഓ ശാലിനി പോയതോടെ നിന്റെ മനസ്സിലെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും മണ്ണടിഞ്ഞെങ്കിലേ അത് നന്നായി അങ്ങ് വെട്ടി മൂടിക്കോ. ആ കുഴിമാടത്തിന് മുകളിൽ ഒരു റോസാക്കമ്പ് നട്ടിട്ട് അതിൽ വിരിയുന്ന പൂക്കൾ കണ്ട് സന്തോഷിച്ചോളാം ഈ സത്യഭാമ. അവളുടെ പേര് ഇനി ഈ വീട്ടിൽ കേട്ടു പോകരുത്, ഒരു ശാലിനി. അത്രയും പറഞ്ഞ് സത്യഭാമ അകത്തേക്ക് പോകുന്നു. ഇരിക്കട്ടെ വളരെ ദേഷ്യത്തോടെ നിൽക്കുകയാണ് വിഷ്ണു. വിഷ്ണുവിന്റെ കയ്യിലിരുന്ന ആ ഗ്ലാസും കട്ടൻ ചായയും എറിഞ്ഞ് താഴേക്ക് പൊട്ടിക്കുകയാണ് വിഷ്ണു. എന്തുവാണ് എന്നൊക്കെ പറഞ്ഞ് രാഘവൻ അവിടെ ഇരിക്കുന്നു. അത്രയും ചെയ്തിട്ട് വിഷ്ണു അവിടെ നിന്ന് പോകുന്നു തന്റെ മുറിയിലേക്ക് പോയി വിഷ്ണു വളരെ ദേഷ്യത്തോടെ ഇരിക്കുന്നു. അമ്മ പറഞ്ഞ കാര്യം വീണ്ടും ആലോചിച്ച് ദേഷ്യം വരികയാണ് വിഷ്ണുവിന്. പിന്നീട് കാണിക്കുന്നത് പിള്ള ഉമ്മറത്തിരുന്ന ന്യൂസ് പേപ്പർ വായിക്കുകയാണ്. ആ സമയത്ത് അവിടെ ഒരാൾ വരുന്നുണ്ട്. രാജു എന്നാണ് അയാളുടെ പേര്. ആഹാ, പിള്ളച്ചേട്ടനോ? സുഖം തന്നെയല്ലേ പിള്ളച്ചേട്ട എന്നൊക്കെ രാജു ചോദിക്കുന്നുണ്ട്. ആ സുഖം തന്നെ, പക്ഷേ ചെറിയൊരു നടുവേദനയുണ്ട് എന്നൊക്കെ പിള്ളച്ചേട്ടൻ പറയുന്നുണ്ട്. ഇത് കേട്ട് ആ രാജു എന്നാൾ പറയുന്നു, നടുവേദനയ്ക്ക് ആയുർവേദമാ നല്ലത്. അതെ, ഞാൻ സ്കൂട്ടർ ഓടിച്ചാ വീട്ടിൽ നിന്ന് വരുന്നത്. നമ്മുടെ റോഡിന്റെ അവസ്ഥയൊക്കെ അറിയാലോ. 2-3 കിലോമീറ്റർ ഓടിച്ച് വരുമ്പോഴത്തേക്കും നടു ഓടിയും.
ഇത് കേട്ട് രാജു പറയുന്നു, റോഡൊക്കെ നന്നാക്കാനേ കോർപ്പറേഷൻ തീരുമാനമായിട്ടുണ്ട്. അതറിഞ്ഞു, സന്തോഷം. നന്നാക്കി കഴിഞ്ഞാൽ ഉടൻ തന്നെ പൊളിക്കാനും തീരുമാനം ഉണ്ടാവുമല്ലോ എന്ന് പിള്ളച്ചേട്ടൻ പറഞ്ഞപ്പോൾ രാജു പറയുന്നു, ഓ നന്നാക്കിയിട്ട് പൊളിക്കാനോ? വാട്ടർ അതോറിറ്റിയെ റോഡ് ടാർ ചെയ്തിട്ട് വേണം പൈപ്പ് കുത്തിപ്പൊളിക്കാനെന്നാ അവര് പറയുന്നത് എന്നെ പിള്ളച്ചേട്ടൻ പറഞ്ഞപ്പോൾ രാജു പറയുന്നു, അതൊക്കെ സർക്കാർ കാര്യമല്ലേ പിള്ളച്ചേട്ടാ, നമ്മൾ എന്ത് ചെയ്യാനാ? പൈപ്പ് ഇട്ടിട്ട് റോഡ് ടാർ ചെയ്താൽ പോരെന്നാ ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ കോർപ്പറേഷൻകാർക്ക് അങ്ങനെ ചെയ്തൂടെ എന്നെ പിള്ളച്ചേട്ടൻ പറഞ്ഞപ്പോൾ രാജു പറയുന്നു, പിള്ളച്ചേട്ടാ തലയിൽ മുടി വളർന്നാൽ വെട്ടണ്ടേ എന്ന് കരുതി പിന്നെയും വളരാതിരിക്കോ? ഇതൊക്കെ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. എല്ലാവർക്കും പണി വേണ്ടേ പിള്ളച്ചേട്ടാ ഈ സംവിധാനങ്ങളൊക്കെ മാറണമെങ്കിൽ പിള്ളച്ചേട്ടൻ്റെ തലയിൽ മുടി കിളിർക്കുന്നത് പോലെ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞ് രാജു അകത്തേക്ക് കയറിപ്പോയി. ഒന്നും മനസ്സിലാക്കാതെ നിൽക്കുകയാണ് പിള്ളച്ചേട്ടൻ. പറഞ്ഞതുപോലെ എല്ലാവർക്കും പണി വേണമല്ലോ, എനിക്കാണെങ്കിൽ അതൊട്ട് ഇല്ലതാനും. പത്രം തന്നെ ശരണം എന്ന് പറഞ്ഞ് പിള്ളച്ചേട്ടൻ അവിടെ ഇരിക്കുന്നു. ശേഷം രാജു രാഘവന്റെ അടുത്തേക്ക് വന്നു. ഇരിക്ക് രാജു എന്ന് രാഘവൻ പറയുന്നു. അങ്ങനെ രാജു അവിടെ ഇരുന്നു. വിഷ്ണുവും അരികിൽ തന്നെയുണ്ട്. എന്താ രാജു വിശേഷിച്ച് എന്ന് രാഘവൻ പറഞ്ഞപ്പോൾ രാജു പറയുന്നു, ഇങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ട് കുറെ നാളായല്ലോ, പിന്നെ വരാൻ ഇപ്പോൾ ഒരു വിശേഷം കൂടിയുണ്ട്. സത്യാമ്മയെ കൂടി ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ സത്യാമ്മയും കൂടി അറിയേണ്ട കാര്യമാണെന്ന് രാജു പറയുന്നു. അങ്ങനെ സത്യഭാമയെ രാഘവൻ അവിടേക്ക് വിളിക്കുന്നു. ആദ്യം പൊന്നിയാണ് വരുന്നത്. രാജുവിനെ ഒരു ചായ ഇടാൻ രാഘവൻ പറയുന്നു. കോർപ്പറേഷന്റെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു എന്ന് രാജുവിനോട് രാഘവൻ പറഞ്ഞപ്പോൾ രാജു പറയുന്നു, അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു സാറേ, ഇവിടെ നിന്നുള്ള ശുപാർശയിലല്ലേ ആ ജോലി എനിക്ക് കിട്ടിയത്, അതിലുള്ള തന്നെ എപ്പോഴും ഉണ്ടാകും. ആ സമയത്ത് സത്യഭാമ അവിടേക്ക് വരുന്നു. എഴുന്നേറ്റ് നിന്ന് ഒന്ന് വണങ്ങുകയാണ് രാജു. ഇരിക്കുകയെന്ന് സത്യഭാമ. അങ്ങനെ രാജു അവിടെ ഇരുന്നു. എന്തോ വിശേഷം പറയാനാ രാജു വന്നത് എന്ന് രാഘവൻ പറഞ്ഞപ്പോൾ രാജു പറയുന്നു, വിശേഷം എന്ന് പറഞ്ഞാൽ ശരിക്കും വിശേഷമല്ല, ഒരു പ്രശ്നമാണ്. എന്റെ പ്രശ്നമാണെന്ന് സത്യഭാമ ചോദിക്കുന്നു. ഭൂമി കയ്യേറ്റമാണല്ലോ ഇപ്പോൾ എവിടെയും ചർച്ച. അന്യരുടെ അധീനതയിലുള്ള സർക്കാർ ഭൂമി കണ്ടെത്താൻ ഈയിടെ ഒരു ഉത്തരവുണ്ടായിരുന്നു. അത് പ്രകാരം കോർപ്പറേഷനിൽ നിന്നും ഒരു റീസർവേ നടന്നു. കയ്യേറ്റമുള്ള ഭൂമികൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് എന്താണ് ഏതാണ് എന്നൊക്കെ തരം തിരിച്ച് ഫയൽ എന്റെ മേശപ്പുറത്തെത്തി. ഭൂമികൾ മുഴുവനും തിരിച്ചു പിടിക്കാൻ ഉടനെ ഉത്തരവാകും. അതിനെന്താ തിരിച്ചു പിടിക്കണമെന്ന് രാഘവൻ. സർക്കാരിന്റെ മുതൽ അന്യാധീനപ്പെടാൻ പാടില്ല എന്ന് രാഘവൻ പറഞ്ഞപ്പോൾ രാജു പറയുന്നു, പ്രശ്നം അവിടെയല്ല സാറേ. പുതിയ സർവേ പ്രകാരം നമ്മുടെ സ്റ്റാർ ഹോട്ടൽ നിൽക്കുന്നത് സർക്കാർ ഭൂമിയിലാണ്. ഇത് കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടി. രാജു എന്താ ഈ പറയുന്നത് എന്ന് സത്യഭാമ. നമ്മുടെ സ്റ്റാർ ഹോട്ടൽ വിഷ്ണുലോകം നിൽക്കുന്ന മുഴുവൻ ഭൂമിയും സർക്കാരിൻ്റെതാണെന്ന്. അതെങ്ങനെ? ആധാരവും മുന്നാധാരവും കണ്ട് ബോധിച്ചല്ലേ ശ്രീനിവാസന്റെ കയ്യിൽ നിന്ന് ഞാൻ ആ ഹോട്ടൽ വാങ്ങിച്ചത് എന്നെ ഭാമ പറഞ്ഞപ്പോൾ വിഷ്ണു പറയുന്നു, അത് മാത്രമല്ല, കോർപ്പറേഷനിൽ നിന്ന് അനുമതിയോട് കൂടിയാണ് ഹോട്ടൽ കെട്ടിയതും നവീകരണ പ്രവർത്തനം നടത്തിയതും. അതുകൊണ്ട് കാര്യമില്ലല്ലോ. ഭരിക്കുന്നവർ വിചാരിച്ചാൽ ആടിനെ പട്ടിയാക്കാം, പട്ടിയെ ആടാക്കാം. പഴയ ഏതോ സർവേ പ്രകാരം ആ സ്ഥലം സർക്കാർ ഭൂമിയാണ് എന്നുള്ള റിപ്പോർട്ട് ഫയലിലുണ്ട്. നമ്മുടെ ഹോട്ടലിനപ്പുറത്ത് ഒരു 40 സെന്റ് ചതുപ്പ് ഭൂമിയാണെന്നറിയാലോ. അത് അവര് വിട്ടു. പകരം രേഖയിൽ ഇത് സർക്കാർ ഭൂമിയാക്കി. നമ്പറൊന്ന് മാറ്റിയാൽ മതിയല്ലോ എന്നൊക്കെ രാജു പറയുന്നു. ഇത് കേട്ട് എല്ലാവരും ടെൻഷനോടെ ഇരിക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.